ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ വോട്ടിന് ഇനി അവസരമില്ല. ഇടക്കാല ഉത്തരവിടണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. NGO യൂണിയൻ ഉൾപ്പെടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, ഏറെ ചർച്ചയായ ഒരു വിഷയമാണ്. അതിലിപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്ക് തിരിച്ചടി ഉണ്ടാകുന്നു, നിരാശ ഉണ്ടാക്കുന്ന ഒരു തീരുമാനം വരുന്നു. എന്താണ് അത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നതിന് കോടതിയിൽ ഉണ്ടായ നിരീക്ഷണങ്ങൾ, ഒപ്പം തന്നെ ഇതിന് മറ്റെന്തെങ്കിലും തുടർ നീക്കങ്ങൾ ഉണ്ടാകുമോ? പ്രജിൻ, 20,156 ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ഹർജിക്കാർ മുന്നോട്ട് വെച്ചുള്ള പ്രധാനപ്പെട്ട വാദം. പലതവണകളായി അപേക്ഷ നൽകിയിരുന്നു, പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പരിഗണിച്ചില്ല എന്നും തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സെക്ഷൻ 27 പ്രകാരം അനുമതി വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഹർജിക്കാർ കോടതിയിൽ ഉന്നയിച്ചത്. കോടതി കഴിഞ്ഞ ദിവസം ഇവർക്ക് വോട്ട് ചെയ്യാൻ, ഇത്രയും പേർക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ദൗർഭാഗ്യകരമാണ്, അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചില വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ നിലവിൽ വീണ്ടും ഇവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഇല്ല എന്നാണ് നമുക്ക് ഇന്നത്തെ വിധിയിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന ഇവരുടെ ആവശ്യം, ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല. അതിന് സാങ്കേതികത്വം കൂടി തടസ്സമാണ്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് പെറ്റീഷനായാണ് ഇത്തരം കാര്യങ്ങൾ നൽകാറുള്ളത്. പക്ഷേ ഇവിടെ റിട്ട് പെറ്റീഷനായാണ് നൽകിയത്. അതൊരു തിരിച്ചടി ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. വിധിപ്പകർപ്പ് പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല. ഡിവിഷൻ ഇന്ന് കോടതി വെക്കേഷൻ ബെഞ്ചാണ്, ചേംബറിലാണ് വിധി പറഞ്ഞത്. ഇതിന്റെ വിധിപ്പകർപ്പ് പുറത്തു വന്നാൽ മാത്രമേ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാനാകുകയുള്ളൂ. ഈ തിരിച്ചടി, അതായത് ഈ ഹർജിക്കാർക്ക് ഇനി ആവശ്യമെങ്കിൽ വോട്ടെണ്ണി കഴിഞ്ഞ് ഇലക്ഷൻ പെറ്റീഷനുമായി ഹൈക്കോടതി സമീപിക്കാമെന്ന നിർദ്ദേശം കൂടി കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, പരമാവധി ആളുകൾക്ക്, അതായത് പോസ്റ്റൽ ബാലറ്റിനെ അപേക്ഷിച്ച പരമാവധി കൈമാറിയിട്ടുണ്ട്. നിലവിൽ ഇനി പോസ്റ്റൽ ബാലറ്റ് കൈമാറുക എന്നുള്ളത് സാധ്യമല്ല. കാരണം സ്ട്രോങ് റൂം അടക്കം സീൽ ചെയ്തൊരു സാഹചര്യമുണ്ട്. വീണ്ടും അത് തുറന്ന് അത് വീണ്ടും ഈ പോസ്റ്റൽ ബാലറ്റുകൾ വിതരണം ചെയ്യുന്നത് ഇലക്ഷന്റെ ഒന്നാകെയുള്ള പ്രോസസ്സിനെ ബാധിക്കും. 4-ാം തീയതി അതുകൊണ്ട് നൽകാനാകില്ല എന്നും സെക്ഷൻ 27 നിലവിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്ക് ബാധകമല്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ ഈ ഹർജിക്കാരുടെ ആവശ്യം. അത് ഈ വാദത്തിന്റെ സമയത്ത് കോടതി ഒരു പ്രധാനപ്പെട്ട ചോദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചിരുന്നു. ഇത്രമേൽ കടുംപിടുത്തം വേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പിന്നീട് എന്താണ് വാദം നടന്നത്? അതിൽ മറുവാദം എന്തായിരുന്നു? അതിൽ പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് 4-ാം തീയതി വോട്ടെണ്ണുകയാണ്. സ്ട്രോങ് റൂം ഒക്കെ സീൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പോസ്റ്റൽ ബാലറ്റ് ഇവർക്ക് അനുവദിക്കണമെങ്കിൽ അത് വീണ്ടും ആ സ്ട്രോങ് റൂം ഒക്കെ തുറക്കണം, ആ സീലൊക്കെ മാറ്റേണ്ടതുണ്ട്. അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ഇലക്ഷന്റെ മുന്നോട്ട് പോകാൻ വോട്ടെണ്ണൽ തന്നെ പലയിടങ്ങളിൽ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. വോട്ടെണ്ണലെ സംസ്ഥാന വ്യാപകമായി തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അത് പ്രായോഗികമല്ല എന്ന മറുപടിയാണ് ഇലക്ഷൻ കമ്മീഷൻ മുൻപോട്ട് വെച്ചത്. മറ്റൊന്ന്, സെക്ഷൻ 27 പ്രകാരം തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ, അതായത് ഈ വോട്ടെണ്ണൽ ദിവസത്തിന് മുൻപ് വരെ തങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നായിരുന്നു ഹർജിക്കാർ പറഞ്ഞത്. പക്ഷേ അതിനും കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിക്ക് മുമ്പാകെ നൽകിയിട്ടുണ്ട്. സെക്ഷൻ 27 ഇവർക്ക് നിലനിൽക്കില്ല എന്നാണ് കൃത്യമായി തന്നെ ഇലക്ഷൻ കമ്മീഷൻ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു നിലപാടിലേക്ക് കോടതി പോയത്. പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസം കോടതി ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷന് വിമർശനം ഉന്നയിച്ചിരുന്നു. കാരണം ഇത്രയേറെ നമ്പറുകൾ ഉണ്ട് എന്നാണ് ഹർജിക്കാർ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അത് ദൗർഭാഗ്യകരമാണ്. ഇലക്ഷൻ കമ്മീഷന് വേണ്ടി ജോലിയെടുത്ത ആളുകൾക്കാണ് വോട്ട് ചെയ്യാൻ പറ്റാതിരുന്നത്. അത് അംഗീകരിക്കാനാവില്ല തുടങ്ങിയ കാര്യങ്ങളും, അതോടൊപ്പം തന്നെ ഇടക്കാല ഉത്തരവ് വേണമെങ്കിൽ പരിഗണിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതി പറഞ്ഞെങ്കിലും നിലവിൽ അതിന്റെ സാങ്കേതികത്വവും അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ച സത്യവാങ്മൂലമൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നിലവിൽ അത്തരത്തിലൊരു ഉത്തരവിലേക്ക് കോടതി പോകാതിരുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉത്തരവിന്റെ പകർപ്പ് ലഭ്യമായ ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരിക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.